മന്ത്രിമാർ, എം.എൽ.എമാർ, യു.ഡി.എഫ് എം.എൽ.എമാർ, കേന്ദ്രമന്ത്രിമാർ, അന്നായിരുന്നവർ അടക്കമുള്ളവർ ഒക്കെ തന്നെ ശാരീരികമായും സാമ്പത്തികമായും പീഡിപ്പിച്ചു. മുഖ്യമന്ത്രിയും അതിൽ ഒരു മന്ത്രി വിദ്യുച്ഛക്തി മന്ത്രിയായ പിതാവിൻ്റെ പ്രായമുള്ള ആര്യാടൻ മുഹമ്മദ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് സരിത ആര്യാടൻ മുഹമ്മദിൻ്റെ പേര് പറയുന്ന ആ ഭാഗം ആണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളുണ്ട്. ഒരു പക്ഷേ നേരത്തെ ആർ ബാലകൃഷ്ണപിള്ള നിരീക്ഷിച്ചതുപോലെ കത്തിൻ്റെ പൂർണ്ണ രൂപം പീപ്പിൾ ടി വിയിൽ എത്തിക്കഴിയുമ്പോൾ സ്ഫോടനങ്ങളാവും നടക്കുകയെന്ന് ഈ ഭാഗത്ത് നിന്ന് തന്നെ അത് ഊഹിക്കാവുന്നതാണ്. രാഷ്ട്രീയമായ ഒട്ടേറെ സ്ഫോടനങ്ങളാകും ഉണ്ടാവുക എന്ന്. അജിംഷാദ് ഇപ്പോഴും നമ്മൾ പറയുന്നില്ല കത്തിന്റെ പൂർണ്ണരൂപം നമ്മുടെ കയ്യിലില്ല എന്ന് നമ്മൾ പറയുന്നില്ല. കത്തിന്റെ പൂർണ്ണരൂപം നമ്മുടെ കയ്യിലില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രസക്തമായൊരു ഭാഗം മാത്രമാണ് നമ്മൾ പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാത്രം പുറത്തുവിട്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഇതിൽ വളരെ നിർണായകമായ ഒരുപക്ഷെ പബ്ലിഷ് ചെയ്യാൻ പോലും പറ്റാത്തത്ര കാര്യങ്ങൾ എഴുതി വെച്ച ഭാഗങ്ങളുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പുറത്തുവിട്ട ഭാഗത്തിൽ വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഒപ്പം തന്നെ എം.പിമാർ, എം.എൽ.എമാർ തുടങ്ങിയവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേരിൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കായി കാണിക്കുന്നത്. അത് ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തിയാണ്. സംസ്ഥാന വിദ്യുച്ഛക്തി മന്ത്രി അപമര്യാദയായി പെരുമാറിയെന്ന് സരിതയുടെ കൈപ്പടയിൽ എഴുതിയ സരിത ഒപ്പുവെച്ചിട്ടുള്ള കത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പുറത്തുവിടുന്നത്. മറ്റു ഭാഗങ്ങൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം പുറത്തുവിടേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ജിംഷാദ്. തീർച്ചയായും കൂടുതൽ ആധികാരികമായി തെളിവുകൾ ലഭിക്കാതെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കത്തിൻ്റെ പൂർണ്ണ രൂപം ഒരുപക്ഷെ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം എഡിറ്റോറിയൽ ബോർഡ് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഓരോ ഘട്ടത്തിലും പുറത്തുവിടുക. അത്തരത്തിൽ ആധികാരികത ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇനിയുള്ള ഭാഗങ്ങളും പുറത്തുവിടുക. തീർച്ചയായും അത് പുറത്തുവിടുക തന്നെ ചെയ്യും എന്ന് എക്സിക്യൂട്ടീവ് എഡിറ്റർ പറയുകയും ചെയ്യുന്നു. ശ്രീ പി സി ജോർജ്, താങ്കൾ ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ നേരത്തെ പിള്ളസാർ സൂചിപ്പിച്ചതുപോലെ പിള്ളസാർ ആ കത്ത് മുഴുവൻ 2 തവണ വായിച്ചു എന്ന് പറയുകയും ചെയ്തു. നൈതികതയുടെ പേരിൽ ഇപ്പോൾ പുറത്ത് പറയുന്നില്ല. ആര്യാടൻ മുഹമ്മദിൻ്റെ അടക്കമുള്ളവയുടെ പേരുകൾ ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിനങ്ങളോ ശ്രീ പി സി ജോർജ്? ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. ബഹുമാനായ ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹം സൂചിപ്പിച്ചല്ലോ ഒരു സ്ലിപ്പ് ഉണ്ടെന്ന്. അതായത് സ്ലിപ്പ് MP അത് MP അത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവര് ഡൽഹി ചെല്ലുമ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ജോസ് കെ മാണി MP ഫ്ലാറ്റിലാണ്. പകല് നമ്മുടെ ആന്റണി MP ആയിട്ട് സംസാരിക്കാറുണ്ട്. അതിന്റെ ബിസിനസ് കാര്യങ്ങളെ സംബന്ധിച്ച് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഈ 2 MP ആയത് പങ്കാളികളാണ്. സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച MP ആണോ? ഏതാ സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച MP ആണോ? അല്ല ആ MP വേറെയാ, അത് വേറെ ഇടപാടാ. ഇത് നമ്മുടെ പത്തനംതിട്ട MP ആന്റണി. പിന്നെ വേറൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് ഏറ്റവും ക്രയോജനിക് എഞ്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഉമ്മൻചാണ്ടിയുടെ സ്വഭാവം കേരളത്തിൽ ജനങ്ങൾ അറിയട്ടെ. അതുകൊണ്ടാണ് ഈ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാകേണ്ട മനുഷ്യനെ ഇപ്പൊ നമ്പിനാരായണനെ ജയിലിലിട്ട് ജീവിതം തകർത്ത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോ കേസ് CBI എഴുതി തള്ളി പുറത്തിറങ്ങി പുള്ളി കേസ് കൊടുത്തു 1 കോടി രൂപ നഷ്ടപരിഹാരത്തിന്. ആ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തപ്പോ 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി കോടതി ഓർഡറായി. അപ്പൊ ഈ നമ്പിനാരായണൻ ഞാൻ വലിയ മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, PC എനിക്ക് ഭയങ്കര മനപ്രയാസവും വേദനയും ഉമ്മൻചാണ്ടിയോടെ ഉണ്ട്. എങ്കിലും അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ആ 10 ലക്ഷം രൂപ പുള്ളി എനിക്ക് തരികയാണെങ്കിൽ ബാക്കി കാശും എനിക്ക് വേണ്ട, ഞാൻ കേസും നടത്തുന്നില്ല എന്ന് വെച്ചേക്കാം. ഞാൻ ഉമ്മൻചാണ്ടിയോട് ക്ഷമിക്കാൻ തയ്യാറാണ്. നമ്പിനാരായണൻ ജീവിച്ചിരിപ്പണം, നിങ്ങൾ വിളിച്ചോണം അദ്ദേഹത്തെ. ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഇതനുസരിച്ച് ഉമ്മൻചാണ്ടിയുടെ ജീവിപ്പല്ല, ഞാൻ അന്നേരം തന്നെ ഓടി ഉമ്മൻചാണ്ടി അടുത്തിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു നല്ല കാര്യമാണ്, നമ്മൾ ചെയ്ത പാപമാണ്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പിടിച്ചോണ്ട് വരാം, 10 ലക്ഷം രൂപ കൊടുക്കേണ്ട 10 ലക്ഷം ചെക്ക് ഉമ്മൻചാണ്ടി കൈമാറുക. ഞാൻ എന്റെ സാന്നിധ്യത്തിൽ മതി. അദ്ദേഹം സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചും ഉമ്മൻചാണ്ടിയുള്ള വൈരാഗ്യം മുഴുവൻ തീരും, പിണക്കവും തീരും. അങ്ങനെ മനുഷ്യൻ മനസ്സിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് പുള്ളി സ്ഥലം വിട്ടതല്ലാതെ, കാരണം കുറ്റബോധം കൊണ്ട് തലകുനിഞ്ഞു. ആ കാശ് തഹസിൽദാരെ വീട്ടിലെത്തിച്ചു കൊടുത്തേ, ഇവനെന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹത്തെ മനസ്സിലായി ഉമ്മൻചാണ്ടി അതിനും തയ്യാറില്ലെന്ന്. പുള്ളി ആ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. യഥാർത്ഥ കേരള സർക്കാരിന്റെ കാര്യം ഉമ്മൻചാണ്ടി കാണിച്ച് വൃത്തികേട് നഷ്ടം കൊടുക്കേണ്ട ഉമ്മൻചാണ്ടി അല്ലാതെ കേരള സർക്കാരാണ്. സർക്കാർ ഖജനാവിലെ കാശാണ് 10 ലക്ഷത്തെ നിർത്തിയേക്കാന്ന് അദ്ദേഹം പറഞ്ഞു. അത് 90 കൂടെ പൊക്കോട്ടെന്നാ. ഈ രാജ്യത്തെ പറ്റിയോ സംസ്ഥാനത്തെ ജനങ്ങളെ പറ്റിയോ പറ്റുകിടക്കുന്ന ജനസമൂഹത്തെ പറ്റിയോ ഇദ്ദേഹത്തിന് വല്ല ചിന്തയുണ്ട് ഉമ്മൻചാണ്ടിക്ക്? കാര്യങ്ങൾ കൈരളി വളരെ സീരിയസ് ആയി പീപ്പിൾ TV കൂടെ എടുക്കണം. ഇതിനകത്ത് ഞാനൊരു സംശയമില്ലാതെ പറഞ്ഞേക്കാം, ഈ വ്യഭിചാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പോലും എനിക്ക് മടിയുണ്ട്.
ശാരീരികമായി പീഡനം മാത്രമാണോ ഇവരൊക്കെ നടത്തുന്നത്? ആ. എന്തോ ഒരു ഭീകരത ചെയ്ത് ആ സത്യങ്ങൾ മുഴുവൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വരുമ്പോ ഇപ്പോ പുച്ഛത്തോടുകൂടിയല്ലേ കോൺഗ്രസ് നേതാക്കൾ അഭിസാരിക എന്ന സ്ത്രീയെ വിളിക്കുന്നത്? ആരഭിസാരികയാക്കി? ഇവരുടെ കൂട്ടത്തിൽ നടക്കുന്ന നേതാക്കന്മാരെക്കാൾ കുറച്ച് പുരുഷന്മാരെ അല്ലേ അവൾ ഈ സരിത കണ്ടിട്ടുള്ളൂ എന്ന് ഇവര് ചിന്തിക്കണ്ടേ? അതായത് ശ്രീ പി സി ജോർജ്, ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ട ഭാഗം തീർച്ചയായും ആര്യാടൻ മുഹമ്മദിന്റെ ഒരു ഭാഗമാണ്. പൂർണ്ണ രൂപം ഞങ്ങൾ പരിശോധിച്ച് അതിൻ്റെതായ മുറയ്ക്ക് വിടുമെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ പറയുകയും ചെയ്തു. തീർച്ചയായും ഈ ഘട്ടത്തിൽ കൂടി, അതായത് പിള്ള സാർ ഇത് വായിച്ച ആളെന്നുള്ള നിലയിൽ ഒരു പ്രത്യേക സ്ലിപ്പായി ഒരു എംപിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആന്റോ ആന്റണിയാണ് എന്ന് താങ്കൾ പറയുകയും ചെയ്തു. ആ ആന്റണിയെ കുറിച്ച് ലൈംഗികമായ പീഡനമായി ബന്ധപ്പെട്ടാണ് കാര്യത്തിൽ കാണിക്കുന്നത് ജോസ് കെ മാണിയാണ്. ആ പ്രത്യേക ഇതായിട്ട് സ്ലിപ്പായിട്ട് കാണുന്നത് ജോസ് കെ മാണി എം പിയാണ് കേട്ടോ, അല്ല. ഓക്കെ, ജോസ് കെ മാണി. അതെ, തീർച്ചയായും അന്ന് അദ്ദേഹം സരിത നൽകിയ വാർത്താ സമ്മേളനത്തിലൂടെയും പുറത്തെത്തിയ കത്തിൽ ആ ജോസ് കെ മാണിയുടെ പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു. തീർച്ചയായും വളരെ വ്യക്തമാണ്. ശ്രീ പി സി ജോർജ്, ദയവായി താങ്കൾ ലൈനിൽ നിൽക്കുക തന്നെ ചെയ്യണം. തീർച്ചയായും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ രാജീവ്, അങ്ങനെയെങ്കിൽ കത്തിൻ്റെ ഒരു ഭാഗം, നമ്മൾക്ക് ലഭിച്ച കത്തിൻ്റെ ആ 30 പേജുള്ള സരിതയുടെ നിർണായകമായ വെളിപ്പെടുത്തലുകളുള്ള ആ കത്തിൻ്റെ ഒരു ഭാഗം, അതിൽ ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഭാഗം മാത്രമാണ് പുറത്തുവിട്ടത്. ആ കത്തുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ വായിച്ചു എന്നതിൻ്റെ പേരിൽ പി സി ജോർജും പങ്കുവച്ചു. അതായത് ജോസ് കെ മാണി എന്ന എം പിയെ കുറിച്ചുള്ള പ്രത്യേക സ്ലിപ്പ് ഇതിനെക്കുറിച്ച് പി സി ജോർജ് സ്ഥിരീകരിച്ചു. അത് ആർ ബാലകൃഷ്ണപിള്ളയെ പറയുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ അതുകൂടി ചർച്ചയുടെ വ്യാപ്തിക്കായി ഉപയോഗിക്കാമോ? തീർച്ചയായും അജിംഷാദ്, നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ആര്യാടൻ മുഹമ്മദിന്റെ കാര്യം മാത്രമല്ല. ഇതിൽ സംശയത്തിന്റെ മുന്നേ ഞാൻ അതൊന്നുകൂടി വേണമെങ്കിൽ വായിക്കാം. എൻ്റെ കമ്പനിയുടെ വിവിധ ആവശ്യങ്ങൾക്കായി ഞാൻ പല മന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുമായും MLA മാരുമായും ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. അവരിൽ നിന്നും എന്ന് സരിത എഴുതി, പിന്നെ ഒരു കുനിപ്പിട്ട് പലരിൽ നിന്നും മുകളിൽ എഴുതുകയായിരുന്നു. വളരെ മോശമായ പ്രതികരണങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ചിലർ എന്നെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തു. എൻ്റെ കമ്പനിയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യുച്ഛക്തി മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് സാറിനെ ഒട്ടേറെ തവണ കാണേണ്ടതായും ടെലിഫോണിൽ ബന്ധപ്പെടേണ്ടതായും വന്നിട്ടുണ്ട്. എൻ്റെ പിതാവിനോളം പ്രായമുണ്ട് അദ്ദേഹത്തിന്. എൻ്റെ അച്ഛൻ ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കമ്പനി റിന്യൂവബിൾ എനർജി പോളിസിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ആര്യാടൻ മുഹമ്മദ് സാറിനെ ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിൽ അദ്ദേഹം എന്നോട് അപമര്യാദയായി പെരുമാറി. ഇത് അന്ന് 2013 ജൂലൈയിൽ സരിതയെ പിടികൂടിയതിന് ശേഷം ഉടനെ സരിത എഴുതിയ കത്താണ്. മറ്റൊരു സമ്മർദ്ദങ്ങൾക്കും അടിപ്പെടാതെ ഇക്കാര്യങ്ങൾ അന്നത്തെ ACGM NV രാജുവിൻ്റെ കോടതിയിൽ പറയുകയും കോടതി അത് പിന്നീട് എഴുതി നൽകാൻ വേണ്ടി പറയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എഴുതിയ കത്താണ്. ഈ കത്ത് പിന്നീട് അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് സരിത സ്വാധീനിക്കപ്പെടുകയും ഈ കത്ത് 30 പേജുള്ള കത്ത് 4 പേജായി ചുരുങ്ങുകയും ചെയ്തു. ഇപ്പോൾ ആ 30 പേജുള്ള കത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗം മാത്രമാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇതിൽ ആര്യാടൻ മുഹമ്മദിനെതിരെ മാത്രമല്ല ആരോപണമുള്ളത്. ഈ ആരോപണത്തിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും MP-മാരും MLA മാരും ഒക്കെ തന്നെ പെടുന്നുണ്ട്. പക്ഷേ അവരുടെ പേര് അതിൽ ഒരാളുടെ ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മറ്റ് കാര്യങ്ങൾ വിശദമായ കത്തിൽ മറ്റു ഇവരെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. എന്തായാലും വളരെ ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കേരള സമൂഹത്തിന് മുമ്പാകെ സോളാർ അഴിമതി പുറത്തു കൊണ്ടുവന്ന പീപ്പിൾ ഇപ്പോഴിതാ സരിത അട്ടക്കുളങ്ങര ജയിലിൽ എത്തുന്നതിന് മുമ്പ് പത്തനംതിട്ട ജയിലിൽ വെച്ച് എഴുതിയ 30 പേജുള്ള കത്തിൻ്റെ പകർപ്പിൻ്റെ ഒരു ഭാഗം പുറത്തുവിടുന്നു. വളരെ നിർണായകമായ തെളിവാണിത്. ഇത് ഒരു പക്ഷേ മറ്റൊരു ചാനലുകൾക്കും കിട്ടാത്ത ഒരു രേഖയാണിത്. അജിംഷാദ്, നമ്മൾ എക്സ്ക്ലൂസീവായി കൊടുക്കുന്ന ഒരു രേഖയാണിത്. തീർച്ചയായും അതായത് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും സരിതയുടെ ഭാഗത്തുനിന്ന് ഒരു സമ്മർദ്ദങ്ങളിലുമില്ലാതെ ഏതാണ്ട് 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാവുന്ന തരത്തിലേക്ക് സരിത നൽകാൻ തയ്യാറായ ഘട്ടം. ഒരുപക്ഷെ അതിന് ജഡ്ജി അനുവദിച്ചില്ല എന്നതുകൊണ്ട് ജഡ്ജിക്ക് പോലും ജുഡീഷ്യൽ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടായ ആ കത്തിൻ്റെ സരിത അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് എഴുതിയ ആ കത്തിൻ്റെ മാനിപ്പുലേഷനിലൂടെ 4 പേജായി ചുരുക്കപ്പെട്ട ആ 30 പേജുള്ള ആ യഥാർത്ഥ കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത് എന്നതുകൂടിയാണ് സുവ്യക്തമായി ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെയെങ്കിൽ ശ്രീ രാജീവ്, അതായത് ആ കത്തിലെ അവസാനത്തെ ഒരു വരി, അല്ലെങ്കിൽ അവസാനത്തെ വരികൾക്ക് തൊട്ട് മുമ്പുള്ള ഒരു വരി, പിതാവിൻ്റെ പ്രായമുണ്ട് എന്ന് കരുതിയാണ്
ശ്രീ രാജീവ് ദയവായി നിൽക്കുക. ഇപ്പോഴത്തെ വാർത്ത സരിതയുടെ വാക്കുകളിലേക്ക്. അല്ല, എല്ലാം ഒരു പേഴ്സണൽ ഒരു ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ പറയുന്ന മെഗാ പവർ പ്രോജക്ട്സിന്റെ പേരിൽ കമ്പനി വാങ്ങിയ പണമാണ് അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്തതെന്ന് അദ്ദേഹത്തിന് അറിയാം. കാര്യം നമ്മുടെ കമ്പനിക്ക് ഈ പറയുന്ന എനിക്ക് ബിജുവിന് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. എനിക്ക് എന്തായാലും വേറെ സ്വത്തുവകകളൊന്നും ഫിക്സഡ് ഡിപ്പോസിറ്റുകളോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ്സോ ഇല്ല. എൻ്റെ കമ്പനിയിൽ നിന്നുള്ള പണമാണ് എന്നിലൂടെ അവിടെ ചെന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്ന എല്ലാ ബാങ്കുകളുടെ ഡീറ്റെയിൽസും, അതിൽ ഇട്ടിരുന്ന ചെക്കുകളുടെ ഡീറ്റെയിൽസും, ചെക്കുകൾ വിഡ്രോ ചെയ്ത വ്യക്തികളുടെ ഡീറ്റെയിൽസും, ഇങ്ങനെയുള്ള സമഗ്രമായ ഒരു ബാങ്കിങ് ഇൻഫർമേഷൻസ് പോലീസ് അന്ന് SIT കളക്ട് ചെയ്തിട്ടുണ്ട്. നാളെ എനിക്ക് എൻ്റെ കയ്യിലുള്ള മറ്റു തെളിവുകളും നാളെ ഇവിടെ ഹാജരാക്കും. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കില്ല. ഞാനൊരു ചാനലിന് മുമ്പിൽ പ്രസംഗിച്ചിട്ട് അതിനുശേഷം പോയി കമ്മീഷന് മുമ്പിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതൊരു ഓക്വേർഡ്നെസ്. നമ്മൾ അതല്ലല്ലോ. നമ്മൾ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ്. ഞാൻ ശരിക്കും നമ്മളിത് പത്രസമ്മേളനം അല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന എന്താണ്, ഒരു കമ്മീഷന് ഡിപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഡിപ്പോസിഷന് ശേഷമാണ് ഞാൻ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. അപ്പം അതിന് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുള്ളൂ. തീർച്ചയായും സരിത, ഒരു പക്ഷേ ശ്രീ രാജീവിലേക്ക് തന്നെ ഒരിക്കൽ കൂടി. രാജീവ്, അതായത് സരിത പറഞ്ഞു ഒരു പക്ഷേ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കമ്മീഷൻ്റെ പദവിക്ക് ഭീഷണിയാകാത്ത തരത്തിലുള്ള കാര്യങ്ങളെ ഞാൻ മാധ്യമങ്ങളോട് പറയുമെന്ന്. ഒരുപക്ഷെ സരിത മുദ്രവെച്ച കവറായി ഇന്ന് നൽകിയ ആ അട്ടക്കുളങ്ങര ജയിലിലുള്ള ആ അനുഭവങ്ങൾ അടങ്ങുന്ന ആ കത്തിൻ്റെ പകർപ്പ് കൂടിയാണ് പീപ്പിൾ TV പകർപ്പായി തന്നെ പ്രേക്ഷകർക്ക് നൽകി ഇപ്പോൾ നൽകുന്നത്. കൂടുതൽ പ്രസക്തമാകുന്നത് അവിടെയാണ്. തീർച്ചയായും സരിത ഇന്ന് സീൽ വെച്ച കവറിൽ കമ്മീഷണർ നൽകിയ രേഖയുടെ പകർപ്പാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഒരു പക്ഷേ അത് എവിടെ നിന്ന് നമ്മൾക്ക് ലഭിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് സോഴ്സ് വെളിപ്പെടുത്താനാകാത്ത സാഹചര്യമുണ്ട്. എന്തായാലും വളരെ കൃത്യമായി തന്നെ ആ കത്തിൻ്റെ കോപ്പിയാണ് നമ്മൾ പുറത്തുവിടുന്നത് എന്നുള്ളത് നമുക്ക് ആധികാരികമായി തന്നെ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും. ഈ കത്തിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിടാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇതിലെ ഒരു ഭാഗം മാത്രം പുറത്തുവിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഭാഗത്തിൽ വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ഇതുവരെ വന്ന ആരോപണങ്ങളുടെ എല്ലാം ഒരു നട്ഷൽ ഇതിലുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പേരുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ പലരിൽ നിന്നും തനിക്ക് ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ ആര്യാടൻ മുഹമ്മദാണ്. ആര്യാടൻ മുഹമ്മദ് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് സരിത പറയുമ്പോൾ ഈ 1.5 പേജിൽ, നമ്മളിപ്പോൾ കാണുന്ന 1.5 പേജിൽ കൃത്യമായി തന്നെ സോളാർ കുംഭകോണവുമായി ബന്ധപ്പെട്ട് സരിത എത്രത്തോളം സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് കൃത്യമായി പറയുന്ന ഭാഗം തന്നെയാണ് ഇതിലുള്ളത്. ഇനി ഓരോരുത്തരുടെയും പേര് വിവരങ്ങളും അവർ ഏതൊക്കെ രീതിയിൽ എവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരും. പക്ഷേ അത് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തുവിടാനാകില്ല എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് പുറത്തുവിടാത്തത്. എന്തായാലും ഈ 1.5 പേജ് പ്രേക്ഷകരുടെ സമക്ഷത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. സോളാർ കേസിലെ, സോളാർ കുംഭകോണത്തിലെ നിർണായകമായ തെളിവാണ് സരിതയുടെ 30 പേജുള്ള ആ കത്ത്. കാരണം സരിത മറ്റാരാലും സ്വാധീനിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ കത്താണ്. ഈ സ്വാധീനിച്ചതിന് ശേഷമാണ് ഈ കത്ത് 4 പേജായി കത്തായി മാറുകയാണ്. എങ്കിൽ പോലും ഈ കത്ത് നിലനിൽക്കുകയാണ് സമൂഹത്തിന് മുന്നിൽ, ജുഡീഷ്യറിക്ക് മുന്നിൽ, ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു രേഖയാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും നിയമത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ മുന്നിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒരു സമ്മർദ്ദങ്ങൾക്കും വിധേയമാകാത്ത ഘട്ടത്തിൽ സരിത എഴുതിയിരുന്ന ആ കാര്യങ്ങൾ പിന്നീട് മുക്കപ്പെടുകയും 4 പേജായി മാറുകയും ചെയ്ത കാര്യങ്ങൾ കൂടിയാണ്. ആ 30 പേജിൻ്റെ ഒറിജിനൽ കോപ്പിയാണ് ഇന്ന് ഒരുപക്ഷെ സരിത തൻ്റെ അനുഭവങ്ങളായി കുറിച്ചു വച്ചിരിക്കുന്നത്. സരിത സോളാർ കമ്മീഷൻ നൽകിയത് അതിൻ്റെ പകർപ്പിൽ ഒരു ഭാഗമാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീ രാജീവ്, അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പ്രസക്തമാകുന്ന ഒരു കാര്യം, ഇന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ആ കത്തിൻ്റെ വരികൾ ഒരിക്കൽ കൂടി വായിക്കാമോ? തീർച്ചയായും അജിംഷാദ്, പ്രേക്ഷകരുടെ അറിവിലേക്കായി ആ കത്തിൻ്റെ ഒരു ഭാഗം കൂടി, അതിൻ്റെ കത്ത് ഒരു പ്രാവശ്യം കൂടി നമുക്ക് വായിക്കാം. അതായത് ഇതിൽ
പറയുന്നത്, എൻ്റെ കമ്പനിയുടെ വിവിധ ആവശ്യങ്ങൾക്കായി ഞാൻ പല മന്ത്രിമാരുമായും കേന്ദ്രമന്ത്രിമാരുമായും മുഖ്യമന്ത്രിയുമായും MLA-മാരുമായും ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. അവരിൽ പലരിൽ നിന്നും വളരെ മോശമായ പ്രതികരണങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരിൽ ചിലർ എന്നെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തു. എൻ്റെ കമ്പനിയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യുച്ഛക്തി മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് സാറിനെ ഒട്ടേറെ തവണ കാണേണ്ടതായും ടെലിഫോണിൽ ബന്ധപ്പെടേണ്ടതായും വന്നിട്ടുണ്ട്. എൻ്റെ പിതാവിനോളം പ്രായമുണ്ട് അദ്ദേഹത്തിന്. എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. കമ്പനി റിന്യൂവബിൾ എനർജി പോളിസിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ആര്യാടൻ മുഹമ്മദ് സാറിനെ ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിൽ അദ്ദേഹം എന്നോട് അപമര്യാദയായി പെരുമാറി എന്ന പറയുന്ന ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അജിംഷാദ്, തീർച്ചയായും അവരിൽ എന്നിട്ട് ആരോ ഇട്ടാണ് പലരിലും എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പലരെ കുറിച്ചുമുള്ള സൂചനകൾ പിന്നീട് ഉണ്ടാകും എന്നതിൻ്റെ ഒരു ഇൻട്രോ ആയി തന്നെ ഒരു പക്ഷേ അത് കാണാവുന്നതുമാണ്. ശ്രീ രാജീവ്, അങ്ങനെയെങ്കിൽ പിതാവിൻ്റെ പ്രായമുണ്ടായിരുന്ന ആര്യാടൻ മുഹമ്മദിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല, അത്തരത്തിൽ ശാരീരികമായ ഒരു കടന്നുകയറ്റം. ഈ പിതാവ് മരിച്ചുപോയി എന്ന് ബ്രാക്കറ്റിൽ കൂടിയാണ്, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് ബ്രാക്കറ്റിൽ കൂടിയാണ് സരിത അതിൽ കുറിക്കുന്നത്. ശ്രീ രാജീവ്. അജിംഷാദ്, സോളാർ കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അഴിമതി സംബന്ധിച്ച വിവരങ്ങളാണ് സരിത ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പാകെ ആദ്യം മൊഴി നൽകിയത്. എന്നാൽ ഈ കത്തുകൂടി നൽകിയതോടുകൂടി ശാരീരികമായി സരിത എങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടു എന്നത് ഈ കമ്മീഷൻ്റെ അറിവിലേക്ക് വരികയാണ്. ഈ കത്തിൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, സംസ്ഥാന മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരുണ്ട്. ഈ കത്തിൽ ഏതൊക്കെ സ്ഥലത്ത് എവിടേക്ക് വെച്ച് ഏതൊക്കെ തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിശദമായി എഴുതിയ കത്താണ്. 30 പേജ് അടങ്ങുന്ന ഈ കത്തിൽ വളരെ കൃത്യമായി തന്നെ സരിത ഒരു സാധാരണ സ്ത്രീ, വനിതാ സംരംഭയ്ക്ക് ഏൽക്കേണ്ടി വന്ന ദുരന്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് തനിക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് സരിത എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ മന്ത്രിമാരുണ്ട്, സംസ്ഥാന മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, MP-മാരുണ്ട്, MLA-മാരുണ്ട്, അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അങ്ങനെയുള്ള വളരെ നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ 30 പേജാണ് ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പിലുള്ളത്, സോളാർ കമ്മീഷൻ്റെ പരിഗണനയിലുള്ളത്. നമ്മൾ ഈ കത്തിൻ്റെ ഒരു ഭാഗം മാത്രം പുറത്തുവിടാൻ തീരുമാനിക്കുകയും ഇത് പുറത്തുവിടുകയും ചെയ്യുകയാണ്. എന്തായാലും വളരെ നിർണായക, പ്രേക്ഷകർക്ക് ഒരു കാര്യം ഉറപ്പ് നൽകാം, വളരെ നിർണായകമായ വിവരങ്ങളാണ് ഈ കത്തിനുള്ളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സ്ഫോടനാത്മകമായ വിവരങ്ങളും ഈ കത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ ഒരു മന്ത്രിയുടെ പേരാണ്, ഒരു പേരെടുത്ത് ഒരു മന്ത്രിയെ മാത്രമാണ് പരാമർശിക്കുന്ന ഭാഗമാണ് നമ്മൾ പുറത്തുവിടുന്നത്. എന്തായാലും സംസ്ഥാനത്തെ മുതിർന്ന ഭരണാധികാരികൾ ഇത്തരത്തിൽ സരിതയെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തു എന്ന് കൃത്യമായി പറയുന്ന കത്തിൻ്റെ പകർപ്പ് എക്സ്ക്ലൂസീവായി പ്രേക്ഷകർക്ക് നൽകുകയാണ് പീപ്പിൾ TV. അജിംഷാദ്, തീർച്ചയായും വ്യക്തമാണ്, ഈ കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു പറയുകയില്ല എന്ന് ഇപ്പോൾ തന്നെ സരിത മറ്റു മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ കത്തിൻ്റെ പകർപ്പ് കൂടുതൽ പ്രസക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് തോന്നുന്നു. ശ്രീ രാജീവ്, അങ്ങനെയെങ്കിൽ ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോൾ ആപ്ലിക്കബിൾ ആണോ എന്ന് അറിയില്ല. പക്ഷേ എങ്കിൽ പോലും, അതായത് ഒരു സ്ത്രീയെ തുറിച്ചു നോക്കുന്നത് പോലും കുറ്റകരമാണ് എന്ന ഘട്ടം ഉള്ള ഒരു നിയമം രൂപപ്പെട്ട രാജ്യത്തിൽ ഈ സരിതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്, ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ശാരീരികമായ പീഡനം അനുഭവിക്കേണ്ടി വന്നത് ഒരുപക്ഷെ സോളാർ കമ്മീഷൻ്റെ പരിധി വിട്ട് സ്ത്രീ പീഡനത്തിൻ്റെ കൂടി പരിധിയിലേക്ക് നീങ്ങുന്നതല്ലേ? സോളാർ കുംഭകോണം എന്ന് പറയുന്നത് സാമ്പത്തികമായി മാത്രമുള്ള തട്ടിപ്പല്ല. തീർച്ചയായും ശ്രീ രാജീവ്, ദയവായി നിൽക്കുക. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീരാമകൃഷ്ണൻ കൂടി ചേരുകയാണ്. ശ്രീരാമകൃഷ്ണൻ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് സരിത അന്ന് പറഞ്ഞിരുന്ന ആ ഒറിജിനൽ 30 പേജുള്ള കത്തില്ലേ, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, മാനിപ്പുലേഷനുകൾക്ക് വഴങ്ങി അത് 4 പേജായി ചുരുങ്ങിയ ആ കത്തില്ലേ, NV രാജു പറയണ്ട എഴുതി നൽകൂ എന്ന് പറഞ്ഞ ആ കത്തില്ലേ, ആ കത്തിൻ്റെ പകർപ്പ് ഇന്ന് സോളാർ കമ്മീഷനിൽ മുദ്രവെച്ച കവറായി സരിത നൽകിയ ആ കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. ആര്യാടൻ മുഹമ്മദ്, പിതാവിൻ്റെ പ്രായമുള്ള ആര്യാടൻ മുഹമ്മദ് ശാരീരികമായി അതിൽ പീഡിപ്പിച്ചു എന്ന് ഞങ്ങളിത് ആ സ്ക്രീനിൽ വിടുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശ്രീരാമകൃഷ്ണൻ, സരിതയുമായും സോളാർ അഴിമതിയുമായും ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്നു വന്നിരുന്ന എല്ലാ ആരോപണങ്ങളും, എല്ലാ സംശയങ്ങളും അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് വസ്തുതകൾ കൊണ്ട് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കൊണ്ട് ഈ ഗവൺമെന്റ് കേരളീയ സമൂഹത്തെ ആകെ അപമാനിച്ചിരിക്കുകയാണ്. എന്തെല്ലാം ആരോപണങ്ങളാണ് നേരത്തെ പ്രതിപക്ഷം സഭയും പുറത്തും ഉന്നയിച്ചത്.
ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് സോളാർ അഴിമതി എന്നതിന്റെ അപ്പുറത്തുള്ള വളരെ സമഗ്രമായ ഒരു പ്രശ്നമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അഴിമതി സംബന്ധിച്ച ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട രാജിയും എല്ലാം നേരത്തെയും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു മന്ത്രിസഭയാകെ ഇത്തരം ഒരു ഗൂഢ സംഘമായി മാറുകയും അഴിമതിയും പെൺവാണിഭവും ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളുടെയും ആസൂത്രകന്മാരായി തീരുകയും ചെയ്യുക എന്നുള്ള അങ്ങേയറ്റം അപമാനകരമായ അനുഭവം ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരള ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് നാം കേൾക്കുന്നത്. ഇവിടെ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തെയും എല്ലാ നിലയിലും കേരളത്തിന്റെ പൊതുസമൂഹത്തെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നത് വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. ഇത് ഇനിയും എത്രമാത്രം മാനിപ്പുലേഷൻസ് നടത്തിയാലും എത്രമാത്രം ഗൂഢനീക്കങ്ങൾ നടത്തിയാലും ഒളിച്ചു വെക്കാനാവാത്ത വിധം ഈ വ്രണം പൊട്ടി ഒലിച്ച് ഒഴുകിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ മൂടി വെക്കാനാകാത്ത വിധം സരിതയുടെ കൈപ്പടയിൽ എഴുതിയ ആ കത്തിലെ ഒരു ഭാഗം, ആര്യാടൻ മുഹമ്മദിനെതിരെ ഉള്ള ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീരാമകൃഷ്ണൻ, അതായത് നിങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ട ഈ വാർത്ത, ഈ പകർപ്പ് പ്രതിഷേധങ്ങൾക്ക് എങ്ങനെ മൂർച്ച കൂട്ടും? അല്ല, ഞങ്ങൾ ഈ പ്രതിഷേധങ്ങളൊന്നും ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട വിഷയത്തെ കേന്ദ്രീകരിച്ചായിട്ട് എടുക്കുന്ന അവസരം മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നത്തെ എടുക്കേണ്ട സ്ഥിതി ഇല്ലാത്ത നിലയിൽ ഇത് സമഗ്രമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഗവൺമെന്റ് ആകെ ജനങ്ങളുടെ മുൻപാകെ മാപ്പ് പറഞ്ഞ് രാജിവെച്ച് പുറത്തു പോകണം എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇനി ഗവൺമെന്റിന് ജനങ്ങളുടെ മുന്നിൽ നിലനിൽക്കാൻ യാതൊരു അവകാശവുമില്ല, യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് മാറണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകും. അത് ശ്രീ ആര്യാടനായാലും ശ്രീ കെ എം മാണി ആയാലും ശ്രീ കെ ബാബു ആയാലും ശ്രീ ഉമ്മൻചാണ്ടി ആയാലും ഇനിയും പുറത്തുവരാതിരിക്കുന്ന പേരുകളായാലും സർക്കാരിന്റെ വലിയ വ്യക്തിത്വങ്ങളായിട്ടും വക്താക്കളായിട്ടും പേര് കെട്ടുന്ന ഓരോരുത്തരെയും സംബന്ധിച്ചുള്ളതായാലും അവിശ്വസനീയമായ എന്നാൽ സത്യസന്ധമായ വാർത്തകളുടെ പെരുമഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഒഴിഞ്ഞ് നാറ്റം അവസാനിപ്പിക്കാൻ തയ്യാറാകണം. തീർച്ചയായും വ്യക്തമാണ് ശ്രീരാമകൃഷ്ണൻ. ഒരു പക്ഷേ ഏറ്റവും നിർണായകമായ സോളാറുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു സമ്മർദ്ദങ്ങൾക്കും വിധേയമാകാത്ത ഘട്ടത്തിൽ സരിത വെളിപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഭരണകൂടം സരിതയ്ക്ക് പിറകെ നടന്ന് മാറ്റപ്പെട്ടത് ഈ കത്തിനെ ആയിരുന്നു ഭയപ്പെട്ടത്. അങ്ങനെ മാറ്റപ്പെട്ട 4 പേജാക്കി മാറ്റിയ ആ കത്തിൻ്റെ ഒറിജിനൽ രൂപമായ 30 പേജുകൾ, ആ 30 പേജുകൾ അടങ്ങിയ വിവരങ്ങൾ ആണ് ഇന്ന് സരിത സോളാർ കമ്മീഷനിൽ മുദ്രവെച്ച കവറായി നൽകിയത്. ആ കത്തിൻ്റെ ഒരു ഭാഗമാണ് പീപ്പിൾ TV ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ആര്യാടൻ മുഹമ്മദ്, പിതാവിൻ്റെ പ്രായമുള്ള ആര്യാടൻ മുഹമ്മദ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും മറ്റ് UDF MP-മാരും UDF MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവരുടെ കൊടിയ ശാരീരിക സാമ്പത്തിക പീഡനങ്ങൾക്ക് സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ വിധേയയായി എന്ന ആമുഖം കൂടി അതിലുണ്ട്. പേരെടുത്ത് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് ആണ് എന്ന് മാത്രം. ആ കത്തിൻ്റെ ആ 30 പേജുള്ള മുഴുവൻ കത്തിൻ്റെ ഒരു ഭാഗം 1.5 പേജ് മാത്രമാണ് ഇപ്പോൾ പീപ്പിൾ TV ആ സരിതയുടെ കൈപ്പടയോടുകൂടി എഴുതിയ ആ കത്തിൻ്റെ പകർപ്പ് സഹിതം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ M രാജീവ് നൽകിക്കൊണ്ടുവന്നത്.